റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അതായത് സ്വപ്നം എന്നുള്ളത് നുബൂവത്തിൻ്റെ ഒരു അംശമാണ് എന്നാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുന്ന ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ള പറയാണ്, ഇന്ന റിസാലത വന്നുബൂവത ഖദ് ഇൻഖതഅത്. നുബൂവത്തും റിസാലത്തും മുറിഞ്ഞു പോയിരിക്കുന്നു. നുബൂവത്ത് എന്ന് പറഞ്ഞാൽ മുൻ പ്രവാചകന്മാരുടെ നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൽ നിന്ന് വഹിയുള്ള ആള്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പുതിയ നിയമവുമായി വന്ന പ്രവാചകൻ. ആ രണ്ട് വിഭാഗവും മുറിഞ്ഞു പോയി. ഫലാ റസൂല ബഅദീ വലാ നബിയ. എൻ്റെ ശേഷം ഇനി റസൂലുമില്ല നബിയില്ല എന്ന് നബി പറഞ്ഞു. ഫശക്ക ദാലിക അലന്നാസ്. അപ്പം ഇത് ജനങ്ങൾക്ക് വലിയ പ്രയാസമായി, സഹാബാക്കൾക്ക് സങ്കടമായി. അപ്പം നബി പറഞ്ഞ്, വലാക്കിനിൽ മുബശ്ശിറാത്ത്, എങ്കിലും സന്തോഷ വാർത്ത അറിയിക്കുന്നവയുണ്ട്. അപ്പം സഹാബത്ത് ചോദിക്കുകയാണ്, മൽ മുബശ്ശിറാത്ത്, എന്താണ് നബിയെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്, എന്താ ഉള്ളത്? അപ്പം നബി പറയാണ്, റുഇയൽ മുസ്ലിം, മുസ്ലിമിൻ്റെ സ്വപ്നമാണ്. വഹിയ ജുസുഉം മിൻ അജ്സാഇ നുബുവ, അത് നുബുവത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്. മനസ്സിലായില്ലേ? അപ്പം സ്വപ്നം എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഇമാം മാലിക്കിനോട് ഒരാൾ ചോദിച്ച്, ഒരാൾ സ്വപ്നം കണ്ടു. അപ്പോൾ ഒരാളോട് വ്യാഖ്യാനം ചോദിച്ചു. അപ്പോൾ ആ വ്യാഖ്യാനം കേട്ട ആൾക്ക് തോന്നിയത് ഒരു മോശപ്പെട്ടതാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്തു, ഒരു നല്ല അഭിപ്രായമാണ് പറഞ്ഞു. അത് നിനക്ക് നല്ലതാണ്ടാ, ഗുണാണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇമാം മാലിക് പറഞ്ഞത്, ദീനുൽ ഇസ്ലാമിൻ്റെ ചിഹ്നമായ നുബൂവത്തിൻ്റെ അംശം കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ, നുബൂവത്ത് കൊണ്ട് കളിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വപ്നം എന്നുള്ളത് ഗൗരവമായി കാണേണ്ടതാണെന്ന് അർത്ഥം. അപ്പോൾ പിന്നെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് പല ആളുകളും പ്രയാസമുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഈ പ്രയാസമുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും വല്ലതും അറിയോ അതിനെപ്പറ്റി? പ്രയാസമുള്ള സ്വപ്നം കണ്ടാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമല്ലോ, ഒന്ന് പറഞ്ഞോളി. ഒന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇത് ഭാഗത്തേക്ക് ഉപ്പ 2. പിന്നെ ഓക്കെ, പിന്നെ ഓക്കെ, പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? പറയൂ. പറയൂ. ഓക്കെ, അപ്പം എന്നാലേ നമുക്ക് ഇമാം മുസ്ലിം അവിടുത്തെ സഹീൽ പറഞ്ഞ ഒരു ഹദീത്ത് 2262 നമ്പർ ഹദീത്ത്, ഗ്രൂപ്പിൽ ഹദീസ് ഇടും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ റഅ അഹദുക്കും റുഇയ യക്റൗഹ, നിങ്ങൾക്ക് പ്രയാസമുള്ള ബുദ്ധിമുട്ട് തോന്നണ സ്വപ്നം കണ്ടാൽ ഫല്യബ്സുഖ് അൻ യസാരിഹി സലാസൻ, അവൻ്റെ ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പട്ടെ. ചെറിയ തോതിലിങ്ങനെ തുപ്പുക. 1. അപ്പോൾ സ്വപ്നം കണ്ടാൽ പ്രയാസമുള്ളതാണെങ്കിൽ അവിടെ എന്ത് ന്യായം സ്വീകരിക്കണം എന്നതിൽ 1 ഇതാ കേട്ടോ. അത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. 2. വൽയസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിനെ തൊട്ട് കാവൽ തടട്ടെ സലാസൻ 3 പ്രാവശ്യം. 2. 3. വൽയതഹവ്വൽ അൻ ജംബിഹില്ലദീ കാന അലി, ഏത് ഭാഗത്തേക്കാണോ ചെരിഞ്ഞു കിടന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കട്ടെ. നമ്മൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയായിരുന്നു നമ്മൾ സ്വപ്നം കാണുമ്പോൾ. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക. അപ്പോൾ 3 എണ്ണമായി. ഇനി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീത്ത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫല്യഖും ഫല്യുസല്ലി, ഉറങ്ങുന്നവൻ എണീറ്റ് 2 റക്അത്ത് നമസ്കരിക്കട്ടെ. അപ്പോൾ 4 ആയി. 5. വലാ യുഹദ്ദിസ് ബിഹൻ നാസ്, ജനങ്ങളോട് ഇത് പറയരുത്. അപ്പോൾ 1 ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുക, 3 പ്രാവശ്യം അള്ളാഹിനോട് കാവൽ തേടുക,
ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു കിടന്നത് അതിൻ്റെ നേരെ എതിർ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുക, എണീറ്റ് 2 റക്അത്ത് നമസ്കരിക്കുക, ജനങ്ങളോട് ആരോടും ഇത് വിളിച്ച് പറയാതിരിക്കുക. മനസ്സിലായില്ലേ? അതേപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, അബൂ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സ്വപ്നം കാണുമ്പോൾ എനിക്ക് പേടിച്ചിട്ട് ഞാനൊരു രോഗിയെപ്പോലെ കണ്ടാവും. സ്വപ്നം കണ്ടാൽ ഞാനൊരു രോഗിയായി മാറും. അങ്ങനെ ഒരു അവസ്ഥയിലേന്ന് ഞാൻ. അങ്ങനെ ഞാൻ ഒരു ദിവസം അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ്, അന കുന്തുല അററുഇയ തുംറിലുനി, ഞാൻ സ്വപ്നം കാണും എനിക്ക് രോഗം വരും, അത്ര വലിയ പ്രയാസം ഉണ്ടാവും സ്വപ്നം കാണുമ്പോൾ. ഹത്താ സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ അർറുയൽ ഹസനത്തു മിനല്ലാഹ് ഫൈദാ റഅ അഹദുക്കും മാ യുഹിബ്ബു ഫലാ യുഹദ്ദിസ് ബി ഇല്ലാ മൻ യുഹിബ്ബു വഇദാ റഅ മാ യക്റഹു ഫല്യതഅവദ് ബില്ലാഹി മിൻ ശർരിഹാ വമിൻ ശർരി ശൈത്വാൻ വല്യത്ഫിൽ സലാത്തൻ വലാ യുഹദ്ദിസ് ബി അഹദൻ ഫഇന്നഹാ ലൻ തദുറുഹു. അതായത് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു അബൂ ഖതാദനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയുണ്ട് അവസ്ഥ. അപ്പം മൂപ്പരും പറയുകയാണെന്ത്, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, ഞാനും തന്നെ സ്വപ്നം കണ്ട് പേടിച്ച് വിഷമിച്ച് പ്രയാസപ്പെടും. നബിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് വരെ. നബിനോട് ഞാൻ ചോദിച്ചപ്പോൾ നബിനോട് പറഞ്ഞു, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ്. നിങ്ങൾ നല്ല സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടല്ലാതെ നിങ്ങൾ ആ സ്വപ്നത്തെക്കുറിച്ച് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. നല്ലൊരു സ്വപ്നം കണ്ടാൽ എല്ലാവരോടും പോയി പറയണ്ട, നിങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് പ്രയാസമുള്ളതാണെങ്കിൽ അതിൻ്റെ ശരീരം തൊട്ട് അള്ളാഹിനോട് കാവൽ തേടുക. അതേപോലെ തന്നെ നിങ്ങൾ 3 പ്രാവശ്യം തുപ്പുക, അതാരോട് നിങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് മഹാനവറുകൾ പറയാം, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് കേട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല, എനിക്ക് ധൈര്യമായി, തരല്ലേ ഉള്ളൂ എന്ന് മഹാനവറുകൾ പറഞ്ഞു. അപ്പോൾ സ്വപ്നം കണ്ടാൽ, നമുക്ക് പ്രയാസമുള്ളത് കണ്ടാൽ മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു അറാബിയ മനുഷ്യൻ വന്നിട്ട് അദ്ദേഹം കണ്ട മോശപ്പെട്ട സ്വപ്നം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹം പറയാം, ഇന്നി ഹലംതു അന്ന റഅസി ഖുതിയ ഫഇന്നി അത്തബിയുഹു, ഞാൻ സ്വപ്നം കണ്ടത് എൻ്റെ ഉടലും വന്ന് തല മുറിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്, ഉരുണ്ട് പോകുന്നുണ്ട്, ഞാൻ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടുന്നുണ്ട്, ഇങ്ങനെ കണ്ടത്. ഫജറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിലക്കി. എന്നിട്ട് നബി പറഞ്ഞു, എന്തായാലും ലാ തുഖ്ബിർ ബിതഅലഉബി ശൈത്വാനി ബിക ഫിൽ മനാം, നിന്റെ ഉറക്കത്തിൽ പിശാച് നിന്നെ കൊണ്ട് കളിക്കണ കളി മനുഷ്യന്മാരോട് പറയാൻ പോകരുത് കേട്ടോ, നീ മേലിൽ നിന്ന്. അപ്പോൾ മോശപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ ഒരു കാരണവശാലും അത് ആരോടും പറയാൻ പോകരുത്, പിശാച് കളിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സ്വപ്നങ്ങൾ 3 ഓഹരിയാണ്. സ്വപ്നം 3 ഓഹരി. ഒന്നാമത്തെ ഓഹരി റസൂലുള്ളാഹി പറയാണ്, അഹാവീലും മിന ശൈത്താനിൽ യഹ്സുന ബിഹാ ഇബ്നു ആദം, മനുഷ്യന്മാരെ സങ്കടത്തിലാക്കാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യാണ്, ആളുകളെ സ്വീപ്പാക്കുന്ന പരിപാടിയാണ്. 1. 2, മാ യഹ്മു ബിഹി റജുലു ഫീ യഖ്ലതിഹി ഫയറാഹു ഫീ മനാമി, നമ്മളെ ഉണർവിൽ, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ പകലിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും അത്തരം കാര്യങ്ങൾ നമ്മുടെ പകലിൽ ചിന്തിച്ചതിൻ്റെ ഫലമായി നമ്മിലൂടെ പ്രകടമാവും. അത് നുബുവത്തിൻ്റെ അംശമൊന്നുമല്ല, അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലും നമ്മുടെ മെമ്മറിക്കും അല്ലാഹു തആല വെച്ച ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ പകലിൽ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എന്ത് ചെയ്യും, അത് ഉറക്കത്തിൽ നമുക്കത് നമ്മുടെ ഓർമ്മയിൽ കടന്നു വരും. ഇത് റസൂലുള്ളാഹി പറയാം, നബിയാ പറഞ്ഞത്, ഇന്ന റുഇയ സലാത്ത്, 3 ഓഹരിയാണ് സ്വപ്നം. 1 പിശാച് മനുഷ്യരുടെ കയറാക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഉറക്കത്തിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ മെമ്മറിയിലൂടെ കടന്നു വരുന്നത്. 3ാമത് റസൂലുള്ളാഹി പറയാൻ, ജുസുഉം മിൻ സിത്തത്തിൻ വഅർബഈന ജുസുഅൻ മിനൻ നുബുവ, നുബുവത്തിന്റെ 46 ഓഹരിയിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് 3ാമത്തെ ഇനം. അതായത് സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാർക്ക് ലഭ്യമാവുന്ന സ്വപ്നം.
അപ്പൊ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞ അബൂ ഉബൈദുള്ള റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഔഫ് ബിൻ മാലിക്കിനോട് ചോദിച്ചു, അന്ത സമയത്ത് ഹാദാമിൻ റസൂലില്ല, ഇത് നബിയിൽ നിന്ന് ഈ ഹദീസ് നിങ്ങൾ കേട്ടിരുന്നോ ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറയാണ്, അതെ ഞാൻ കേട്ടിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അപ്പോൾ നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വപ്നം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒരേ അളവിൽ നമ്മൾ അളക്കരുത്. ഒന്ന്, പിശാച് നമ്മെ സ്വീപ്പാക്കാൻ വേണ്ടി വരുത്തി വെക്കുന്നതുണ്ടാകും, അതിനെന്താ മാർഗം എന്നുള്ള നമ്മൾ മുകളിൽ പറഞ്ഞു. മറ്റൊന്ന്, നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കി വെച്ച കാര്യങ്ങൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉറക്കത്തിലും കടന്നു വരും, അതും തന്നെ പ്രശ്നമുള്ള കാര്യമല്ല. കട്ടുണ്ടോ? ഓക്കെ. അതേപോലെ മൂന്നാമത്തത്, സ്വാലിഹീങ്ങളുടെ സ്വപ്നം, നല്ല മനുഷ്യന്മാർക്ക് നുബൂവത്തിന്റെ 46 ഇനങ്ങളിൽ നിന്നുള്ള ഒരു ഇനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഈ ഹദീസുകളൊക്കെ പണ്ഡിത ലോകം വിവരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഈ ഹദീസുകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചിട്ട് അവർ പറയാം, ഇമാം നവവി ശറഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുകയാണ്, മദ്ഹബ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മദ്ഹബ് ഫി ഹഖീഖത്തി റുയ, സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിൽ എന്താണ് അഹ്ലുസുന്ന കാണുന്നത്? അന്നല്ലാഹ യഖ്ലുഖു ഫീ ഖൽബിൻ നായിമി ഇഅ്തിഖാദാത്തിൻ, ഉറങ്ങുന്നവന്റെ ഹൃദയത്തിൽ അല്ലാഹ് ഒരുപാട് ചിന്തകൾ സൃഷ്ടിക്കും. കമാ യഖ്ലുഖു ഫീ ഖൽബിൽ യഖ്ലാൻ, ഉണർന്നിരിക്കുന്നവന്റെ ചിന്തയിൽ അല്ലാഹ് സൃഷ്ടിക്കുന്നത് പോലെ തന്നെ. ഓ സുബ്ഹാന യഫലു മാ യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നതൊക്കെ അല്ലാഹ് പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്. ലാ യംനഉഹു നോമും വലാ യഖ്ല, അള്ളാഹ്ക്ക് മനുഷ്യന്റെ ഉറക്കമോ ഉണർവോ ഒന്നും വ്യത്യാസമല്ല, അള്ളാഹ് സ്വതന്ത്രമായിട്ട് എങ്ങനെ ഇടപെടാൻ കഴിയുന്നവനാണ്. അപ്പൊ സ്വപ്നം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മനസ്സിൽ ഇടപെടുകയാണ്, ഉറക്കത്തിലും ഉണർവിലും ഒരുപോലെ. അപ്പൊ പിന്നെ ചില സ്വപ്നങ്ങൾ എന്ത് ചെയ്യില്ല, പുലരൂല. നല്ല ആള് കണ്ട നല്ല സ്വപ്നമാണെങ്കിൽ തന്നെ ചിലത് പുലരൂല, ചിലത് വീണ്ടും സംഭവിക്കുകയൊക്കെ തന്നെ ചെയ്യും. അത് എല്ലാം ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അതിന് ഹാഫിളുദ്ദീൻ ഇബ്നു ഹജറുൽ അസ്ഖലാനിയും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അത് ഏതുപോലെയാണെന്ന് അറിയാം. ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കാർമേഘം കണ്ടാൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പറയാറുണ്ടല്ലോ, എന്നതുപോലെയാണ് എന്നർത്ഥം. ചിലപ്പോൾ പെയ്തേക്കാം, ചിലപ്പോൾ പെയ്യാതെ കാറ്റടിച്ചാണ് പോയേക്കാം. എന്നതുപോലെയാണ് സ്വപ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ സ്വപ്നം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലോ അതിൽ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. സ്വപ്നം എന്ന വിഷയത്തിൽ നമുക്കൊരു ക്ലാസ് നടക്കുകയാണെങ്കിൽ ഒരു 4 ക്ലാസ്സെങ്കിലും നമുക്ക് നടത്തേണ്ടതുണ്ട്. ഒരു 2 വർഷം മുമ്പ് നമ്മൾ 2-3 വർഷം മുമ്പ് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ നടത്തിയിരുന്നു. ഏതായിരുന്നാലും അത് വളരെ സുദീർഘമായി പോകുന്നതാണ്. എങ്കിലും നമ്മൾ അങ്ങോട്ട് കൂടുതൽ പോവാതെ നമ്മൾ നബിയുമായി ബന്ധപ്പെട്ടിടത്തേക്ക് തന്നെ തിരിക്കുകയാണ്. ഇനി സ്വപ്നവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്വപ്നം ഒരു പഠനാർഹമായ രൂപത്തിൽ നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു പോകുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയി 1400 വർഷങ്ങൾക്ക് മുമ്പ്. പ്രവാചകനാണ്, കടന്നു വരികയാണ്. കാരന്തൂരിലെ മർക്കസിലുള്ള മുടി ആളുകൾക്ക് വിതരണം ചെയ്ത് കൊടുക്കാൻ വേണ്ടി റസൂലുള്ള സ്വപ്നത്തിൽ വന്നു എന്നാണ് മൗലവിമാർ വയലറിനെ നമ്മൾ കേട്ടു. നബി വന്ന് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ആ മുടി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ആൾക്കാർക്കൊക്കെ വെള്ളം കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി വന്ന് കണ്ട് അങ്ങനെ മൂപ്പര് അത് തുടങ്ങി എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി എന്താ നമ്മൾ പറയാം? നബിനെ കണ്ട ആൾ സഹാബിയാവും. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ സഹാബിയാവൂലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വന്നു എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ എന്ത് മാർഗമാണ് അവിടെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. പല ആൾക്കാർക്കും ഏതോ സ്വപ്നത്തിൽ കണ്ടു റസൂലുള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ ടിക്കറ്റ് മുറിച്ചെടുക്കുന്നിടത്ത് ഒരു ഷെയ്ഖുണ്ട്, ഞങ്ങളെ ഷെയ്ഖുനുണ്ട്, മുറിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. നബി അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ സ്വപ്നത്തിൽ കണ്ടു. ഇങ്ങനെ ഒരുപാട് സ്വപ്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ സ്വപ്നത്തെ സംബന്ധിച്ച്, റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 6993 നമ്പർ ഹദീസ് കാണാം. നബി പറയാണ്, മൻ റആനി ഫിൽ മനാം, എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് റആനി, അവൻ എന്നെ കണ്ടത് തന്നെയാണ്, എന്നെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഫഇന്ന ശൈത്താന ലാ യതഖയ്യലു ബി,
പിശാചിന് ഒരിക്കലും എൻ്റെ രൂപത്തിൽ വരാൻ കഴിയില്ല. അപ്പൊ റസൂലുള്ളാഹിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ടു എന്ന് തന്നെയാണ്. പക്ഷേ മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഹദീസിന്റെ തൊട്ട് കാണാം ഇമാം ബുഖാരിയുടെ സഹീൽ, ഖാല ഇബ്നു സീരീൻ, മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ റആഹു ഫീ സൂറത്തി, നബിന്റെ രൂപത്തിൽ കണ്ടാൽ. ഒരാൾ സ്വപ്നത്തിൽ റസൂലുള്ളാഹിന്റെ രൂപത്തിൽ കണ്ടാൽ റസൂലുള്ള തന്നെയാണ്. ചിലപ്പോൾ പിശാച് എന്ത് ചെയ്യും, പിശാചിന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ നബിയാണെന്ന് പറഞ്ഞേക്കാം, അങ്ങനെ സംഭവിക്കും. പക്ഷെ റസൂലുള്ളാഹിന്റെ രൂപത്തിൽ വന്നാൽ അത് റസൂലുള്ള തന്നെയാണെന്ന് ഉറപ്പിച്ചു കൊള്ളണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ഹദീസിന്റെ അർത്ഥം. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണത്. നബി പറയാണ്, എന്നെ സ്വപ്നത്തിൽ കണ്ടവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിന്റെ ഒറിജിനൽ രൂപത്തിൽ കണ്ടവൻ. കാരണം നബിന്റെ ഒറിജിനൽ രൂപത്തിൽ പിശാചിന് രൂപപ്പെടാൻ കഴിയില്ല. ഇമാം ബുഖാരിയുടെ സഹീൽ ഒരു അധ്യായം തന്നെ കൊടുക്കുകയാണ്. ബുഖാരിയിലെ ഒരു അധ്യായം എന്താന്ന് വെച്ചാൽ, ബാബു മൻ റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഉറക്കത്തിൽ ഒരാൾ നബിനെ കണ്ടാൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് വിവരിക്കുന്ന അധ്യായം. അതുപോലെ ഇമാം മുസ്ലിം അവിടുത്തെ സഹീൽ കൊടുക്കുന്നുണ്ട്, ബാബു ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, നബി പറഞ്ഞിട്ടുണ്ട് എന്നെ ഉറക്കത്തിൽ കണ്ടവൻ ഉറപ്പായും എന്നെ കണ്ടു എന്ന് പറയുന്ന അധ്യായം. അപ്പൊ ഈ രൂപത്തിൽ നിരവധി ഹദീത്തുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. ബുഖാരിയിൽ 6993, അതുപോലെ 6994, അതുപോലെ 6996, 6997 ഹദീസുകളിലൊക്കെ ഇത് പറയുന്നുണ്ട്, ഇന്ന സ്വപ്നത്തിൽ കണ്ടവൻ എന്നെ തന്നെ കണ്ടു എന്ന്. സഹീ മുസ്ലിമില് 2268, 2267, 2266 ഈ നമ്പറുകളിലൊക്കെ, അതുപോലെ 2268 ഈ ഹദീസുകളിലെല്ലാം ഇതാ പറയുന്നത്. അതായത് മുത്തഫഖ് അലൈഹി ഈ ഹദീസ്. നോക്കൂ നിങ്ങൾ, എന്തെങ്കിലും ആരെങ്കിലും സ്ക്രീനിൽ എന്തെങ്കിലും കളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ നബി തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന് ആരാ പറഞ്ഞു? റസൂലുള്ള പറഞ്ഞു. ബുഖാരിയുടെ ഹദീസ്, മുസ്ലിമിൻ്റെ ഹദീസ്, നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്. പക്ഷേ എന്ത് വേണം? നബി തങ്ങളുടെ രൂപത്തിൽ തന്നെ കാണണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ തന്നെ കണ്ടാൽ അത് സ്വീകരിക്കാം. മഹാനായ ഇബ്നു സീരീനെ സംബന്ധിച്ച് ഹാഫിളുദ്ദീൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാണ്, ഇബ്നു സീരീന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, സിഫ്ലി അല്ലദീ റഅയ്തഹു, നീ കണ്ട നബിനെ എന്ന് പറഞ്ഞോണ്ടാ അറിയും. നീ കണ്ട നബീനെ പറഞ്ഞു തരൂ, എങ്ങനെയാണ് നബിന്റെ രൂപം പറഞ്ഞോണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നബിന്റെ ഒറിജിനൽ രൂപം പറഞ്ഞു കൊടുത്താൽ, ഓ നീ കണ്ടത് നബിനെ തന്നെയാണെന്ന് പറയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതുപോലെ എല്ലാവരും ഈ രൂപത്തിൽ സംസാരിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പൊ നബി എങ്ങനെയാണ്? നബിനെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ഇപ്പൊ കുറേ നാളായല്ല നമ്മളിങ്ങനെ നബിന്റെ ആൾക്കാരാണെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു 10 ഗുണം നബിന്റെ ചേലും കോലം ഒരു 10 എണ്ണം പറയാൻ പറ്റുന്നല്ലോ ആരെങ്കിലും ഒരാൾ പറഞ്ഞാണ് കേൾക്കട്ടെ. നബിനെ പറ്റി എന്തെങ്കിലും പിന്നെപ്പറ്റി ഇങ്ങനെ പറയാൻ പറ്റും. കണ്ണടച്ച ഒരാളാണ്, വെള്ളത്തട്ടിട്ട ആളാണ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതുപോലെ അങ്ങോട്ട് നബിനെ പറ്റി അങ്ങോട്ട് പറഞ്ഞോളി. ആർക്കറിയാം? മുടി നീണ്ടുകൊണ്ട് തന്നെ കാരണം ഊറിന്റെ മുടി ഉണ്ടാവുമോ? പറ ആ രണ്ടെണ്ണായി. പിന്നെ പറഞ്ഞോളൂ. കറക്റ്റ്. ഓക്കെ. 4 അയ്യ 5 വീതിയുള്ള ചെസ്റ്റ് 6 അയ്യ ഇടതൂർന്ന താടി അയ്യ 7.
ഒരു കുറ്റാന്വേഷണ വിഭാഗക്കാർക്കാണ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഫോട്ടോ വരക്കാൻ കഴിയും. അപ്പോൾ പ്രവാചക മുദ്ര ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, അതെങ്ങനെയായിരുന്നു? അതെ, എവിടെ നിന്നല്ല, അതെങ്ങനെയായിരുന്നു ആ സാധനം? ഒരു മറു പോലെ അല്ലേ? മറു പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു വെട്ടിട്ടി അടയാളം പോലെയാണോ? എന്തായാലും ഖാത്തമുൻ നുബുവത്തിന്റെ മുദ്ര ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, പിന്നെ പറയും. ശരി, എന്നാ ഞാൻ പറയാം. എല്ലാവരും ശരിക്കും നോട്ട് ചെയ്യണ്ട. നിങ്ങളെ കയ്യിലൊക്കെ നോട്ട് ബുക്കും പേനയുണ്ടോ? നമ്മളെ റസൂലുള്ളയാണ്, നമ്മുടെ റസൂലിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ ഉദാഹരണം ഹാഫിളുദ്ദീൻ ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹത്തിൻ്റെ അൽ-ഇസാബ ഉണ്ടാക്കിയ എന്തിനാണ്? ഇങ്ങനെയുള്ള നബിൻ്റെ ഡീറ്റെയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ രേഖക്ക് വേണ്ടി 5 ലക്ഷം റിപ്പോർട്ടർമാരുടെ സ്റ്റോറികൾ അദ്ദേഹം രേഖപ്പെടുത്തി. ഇങ്ങനെ നബിനെ പറ്റി എന്താ പറയുക, കൃത്യമായിട്ട് നബിൻ്റെ ഓരോ അവസ്ഥകളും വിവരിക്കുന്ന പണ്ഡിതന്മാരെ എന്തിന്, നബി എങ്ങനെയാണ്, നബി എന്താ പറഞ്ഞത്, നബി എന്താ ചെയ്തത് എന്ന് കൃത്യമായി വിവരിക്കാൻ വേണ്ടി. എന്നതുപോലെ ലോകത്ത് ഒരു മതത്തിൻ്റെ നേതാവിനെയും ഇങ്ങനെ വിവരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് നമ്മുടെ പ്രവാചകനെ മാത്രമേ കഴിയുള്ളൂ. അപ്പം നുബൂവത്ത്, ഖാത്തമുൻ നുബൂവത്ത്, നബിൻ്റെ പെരടിയിൽ എന്തുണ്ടായിരുന്നു? ഖാത്തമുൻ നുബൂവത്ത്, നുബൂവത്തിൻ്റെ മുദ്ര. ഫത്ഹുൽ ബാരിയിൽ ഹാഫിളുദ്ദീനെ പറയാണ്, ഇത്തഫഖത്തിൽ അഹാദീസു സാബിത അല അന്ന ഖാത്തമൻ നുബൂവത്തി കാന ശൈഅൻ ബാരിസൻ അഹ്മറ ഇൻദ കതിഫിഹിൽ ഐസരി. ലോകത്തുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒക്കെയും റസൂലുള്ളാഹിന്റെ സ്ഥിരപ്പെട്ടതായ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാവരും ഐക്യകണ്ഠേന പ്രഖ്യാപിച്ച ഒരു കാര്യമാണെന്ത്? നബിയുടെ ഖാത്തമുൻ നുബുവത്ത് എന്ന് പറയുന്ന ആ മുദ്ര പ്രവാചകന്റെ ചുമലിന്റെ ഇടതുഭാഗത്തു ഒരു പ്രകടമായ ചുമന്ന കളറിലുള്ള ഒരു സംഭവമായിരുന്നു. ഇതാ കുല്ലില കതുറു ബൈലത്തിൽ ഹമാമ. അതിങ്ങനെ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാക്കാന്നറിയോ? ഒരു മാടപ്രാവിന്റെ മുട്ടയുടെ അത്ര നമുക്ക് കണക്കാക്കാം. ഇത് ഹാഫിളുദ്ദീൻ പറയാം. എന്നാൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തുൽ ഖാതമ ഇൻദ കതിഫിഹി. റസൂലുള്ളാഹിന്റെ ചുമലിന്റെ അടുക്കൽ ഞാൻ കണ്ടു പ്രവാചക മുദ്ര, ഖത്മുൻ നുബുവത്തിന്റെ മുദ്ര ഞാൻ കണ്ടു. മിഥല ബൈലത്തിൽ ഹമാമത്തി, ഒരു മാടപ്രാവിന്റെ മുട്ട പോലെ കണ്ടു, മുട്ടയുടെ അത്ര വലിപ്പത്തിൽ കണ്ടു. ആര് പറയാ? ജാബിർ റളിയല്ലാഹു അൻഹു പറയാം. എന്നാൽ മഹാനായ ആസിം റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു സർജിസ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു സർജിസ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഞാൻ ഇറച്ചിയും പത്തിരി തിന്നു. അകൽതുമായ ഹുബ്സൻ വലഹമൻ, ഇറച്ചിയും പത്തിരിയും റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് തിന്നപ്പോൾ മഹാനവറുകൾ പറയാണ്, ആര്? അബ്ദുല്ലാഹ് ഇബ്നു സർജിസ് പറയാണ്, ഞാൻ ഇങ്ങനെ നബിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റി. അപ്പൊ ആസിമ ചോദിക്കാണ്, അസ്തഗ്ഫർത ലക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി നിനക്ക് പൊറുക്കലിനെ തേടിയോ? നിനക്ക് വേണ്ടി അള്ളാഹിനോട് പാപമോചനം തേടിയിട്ടുണ്ടോ? കിട്ടുന്ന അവസരം സഹാബാക്കൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ മഹാനവറുകൾ പറയാണ്, അതെ, എനിക്ക് വേണ്ടി പാപമോചനം തേടിയിട്ട് നിനക്കും തേടിയിട്ടുണ്ട്. അപ്പോൾ നബിൻ്റെ അടുത്ത് അദ്ദേഹം ഇറച്ചിയും പത്തിരി തിന്നാൻ കൂടിയ സമയത്ത് ഈ ആസിം റളിയല്ലാഹു അൻഹു അവിടെ ചർച്ചാ വിഷയം തന്നെ ആയിട്ടില്ല. പിന്നെ ഇപ്പം എങ്ങനെ ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് നബി എങ്ങനെ പൊറുക്കലിനെ തേടുക എന്നാണ് മൂപ്പരാലോചിക്കുന്നത്. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയെ, നിങ്ങൾക്ക് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസിനികൾക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അതിൽ പെട്ടു, അതുകൊണ്ട് നിനക്കും പൊറുക്കലിനെ തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫനളർതു ഇലാ ഖാത്തമിൻ നുബുവത്തി ബൈന കതിഫൈഹി. നബിന്റെ 2 ചുമലിന്റെ ഇടയിൽ ഞാൻ ആ പ്രവാചക മുദ്രത ഞാൻ കണ്ടു. ഇൻദ നാഗിലി കതിഫിഹിൽ യുസ്ര, പ്രവാചകന്റെ ചുമലിന്റെ ഇടത് ഭാഗത്തെ മുകൾ ഭാഗത്താണ് ഞാൻ കണ്ടത്. ജുംഅൻ,
അത് ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചാലുള്ളത് പോലെയുള്ള ഒരു സാധനമാണ്. ജുമ്മ എന്ന അലൈഹി ഇങ്ങനെ ചുരുട്ടി കുട്ട, ചെറിയൊരു മാടപ്രാവിൻ്റെ മുട്ട പോലെ ഉള്ളൂ, എങ്കിൽ അതിങ്ങനെ കൈ ചുറ്റി കൂട്ടിയാൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു രൂപമാണ്. അലൈ ഖീലാനും, അതിൻ്റെ മുകളിൽ എന്തൊക്കെ ചെറിയ അടയാളങ്ങളുണ്ട്. അതായത് ചെറിയ തൊലിപ്പുറത്തുണ്ടാവുമല്ലോ ചെറിയ ഉണലുകൾ ഇങ്ങനെ ഉണ്ടാവൂലേ, അതുപോലത്തെ ചെറിയ ചെറിയ ഉണലുകളെ പോലെ ഉള്ള കൈ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചാലുള്ളത് പോലെയുള്ള ഒരു പ്രത്യേകമായ ഒരു ചുമന്നിട്ടുള്ള ഒരു ഉരുള പോലെ നബിൻ്റെ ചുമലിൻ്റെ ഇടത് സൈഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നബിൻ്റെ പ്രവാചക മുദ്ര, അന്ത്യപ്രവാചകന്റെ മുദ്ര എന്തായിരുന്നു വെച്ചാൽ നബിൻ്റെ ചുമലിൻ്റെ ഇടത് ഭാഗത്ത് ഒരു ചുമന്ന കളറിൽ ഒരു മാടപ്രാവിൻ്റെ മുട്ടയുടെ വലിപ്പത്തിൽ ഒരു കൈ ചുരുട്ടിപ്പിടിച്ച് വിരലുകളൊക്കെ ചുരുട്ടിപ്പിടിച്ചാൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു രൂപത്തിലുള്ളൊരു സാധനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിയായോ? ഓക്കേണോ? നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ച്. ഓക്കേണോ? ഓക്കെ. അപ്പൊ ഇനി മറു എന്നുള്ളത് നമുക്ക് വിടാം അല്ലേ? മുട്ട പോലെ അത്ര വലുപ്പം. ഓക്കെ അല്ലേ? അതെ, ഓക്കെ. അപ്പൊ ഏതായിരുന്നാലും ശരി. ഇനി പ്രവാചകന്റെ ഈ പ്രവാചക മുദ്ര കണ്ട സഹാബ വനിതയുടെ ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. 5993 നമ്പർ ഹദീസ്. അതായത് ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ കുട്ടിയാവുമ്പോൾ എൻ്റെ അപ്പ നബിൻ്റെ അടുത്തേക്ക് ഇനിയും കൊണ്ടുപോയി. അപ്പോൾ ഏകദേശം ഒരു മഞ്ഞ കളറിനോട് സാമ്യതയുള്ള ഒരു കുപ്പായം എനിക്കുണ്ടായിരുന്നു, നല്ലൊരു പുത്തൻ കുപ്പായം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ കണ്ടിട്ട്, ചെറിയ കുട്ടിയല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, സനഹ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നന്നായിട്ടുണ്ട് അറിയാലോ. നല്ല പുത്തൻ കുപ്പായൊക്കെ നമ്മളൊരു ചെറിയ കുട്ടിനെ കണ്ടാൽ പറയില്ല, എൻ്റെ ഡ്രസ്സൊക്കെ ഉഷാറുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാം. അപ്പോൾ നബിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തിക്കാണ്. അപ്പോൾ ഉമ്മു ഖാലിദ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ ഞാനത് നബിൻ്റെ തോളിലുള്ള ആ കുരു പോലത്തെ ഉണ്ടല്ലോ ഖാത്തമുൻ നുബുവത്തിന്റെ സാധനം, ഞാൻ അതുമ്മ ഇങ്ങനെ കളിച്ചു. ഒരു ഉരുളങ്ങനെ തോളിലിങ്ങനെ കിടക്കാണല്ലോ, അപ്പൊ ഞാൻ അതുമ്മ ഇങ്ങനെ കളിച്ചു. ഫസബറനി അബി, അപ്പൊ എൻ്റെ വാപ്പ ഞാൻ ചീത്തറിഞ്ഞു, അവിടെ തൊടല്ലേ എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളുണ്ടാക്കി. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ദഅഹാ, അവളെ കുട്ടികളെ അവള് കളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വളരെ വ്യക്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ നുബുവത്തിന്റെ മുദ്രയുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരി, ഇനി അപ്പോൾ ഒരടയാളം, നബിൻ്റെ അടയാളം മറ്റുള്ളവരിൽ നിന്ന് ഏകദേശം വേർതിരിയുന്ന രൂപത്തിലുള്ള ഒരു അടയാളം പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് അടയാളങ്ങൾ പറയാം. ഹദീത്തുകൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വരും. നമുക്ക് കൂടുതൽ സമയം നമ്മുടെ ക്ലാസ് ആയിട്ട് പോകാൻ വയ്യ. ഒരു 3/4 മണിക്കൂറൊക്കെ നമുക്ക് ഇരിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഡ്യൂട്ടിയുള്ള ആളുകളല്ലേ. ഇപ്പോൾ 9:30 ആയി തോന്നുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് സഹീൽ ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന പ്രവാചകന്റെ ഗുണങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന 6 ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രവാചകന്റെ ഗുണങ്ങളാണ് പറഞ്ഞു തരുന്നത്. സിഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ 6 സഹിയായ ഗ്രന്ഥങ്ങൾ. സഹിയായ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ബുഖാരി, മുസ്ലിമാണ് പൂർണ്ണമായും സഹിയായ ഹദീസുകളുള്ളത്, മറ്റുള്ളത് അതിലേക്ക് ചേർത്തി പറയാൻ. അപ്പോൾ സിഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ ഏതാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം? ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി കേട്ടോ. അപ്പം ഇതിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ഗുണങ്ങൾ: 1, ഇപ്പോൾ ഖത്മുൻ നുബുവത്തി നമ്മൾ പറഞ്ഞു. 2, ഹസനൽ ജിസ്മ്, നബി നല്ല തടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാണാൻ ചേലുള്ള ശരീരമായിരുന്നു എന്നർത്ഥം. ശരിയല്ലേ? ഒന്ന് പറയാൻ കേട്ടോ, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഹസനൽ ജിസ്ം, കാണാൻ ചേലുള്ള ശരീരമായിരുന്നു. റബ്അതം മിനൽ ഖൗം, അത് നിങ്ങൾ പറഞ്ഞു, വലിയ ഹൈറ്റുള്ള ആളുമല്ല കുള്ളനുമല്ല, ഒത്ത ആളായിരുന്നു. റബ്അത്ത് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോരുമ്പോൾ നിങ്ങൾക്കൊരു ചിത്രങ്ങളെ മനസ്സിൽ കിട്ടണം കേട്ടാ. 3, ഒത്ത ആളായിരുന്നു. 4, അരീള സദർ, നെഞ്ച് നല്ല വീതിയുള്ള ആളായിരുന്നു.
5 ലഹ്മുൽ യദൈൻ, 2 കൈ നല്ല കട്ടിങ് കാനുള്ള കയ്യാ, നല്ല ബലമുള്ള എൽക്കനുള്ള ആള് എന്ന് പറയില്ലേ, കൈ നല്ല വെയിറ്റ് ഉള്ള കൈയായിരുന്നു. ഷഫ്നൽ ഖദമൈനി വൽ കഫൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പടിക്കാലും അതുപോലെ മുങ്കയും അതും തന്നെ എന്താ വെച്ചാൽ പറ്റ മൃദുലമല്ലാതെ കുറച്ച് കടുത്ത ഒരു പരിക്കൻ അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു പൗരുഷമുള്ള കൈയും പൗരുഷമുള്ള കാലും, ചെരുപ്പടിക്കാലിനും തൻ്റെ കയ്യിനുമൊക്കെ ഒരു പൗരുഷത്തിൻ്റെ ഒരു ഹാർഡ്, എന്നാൽ ഓവർ ഹാർഡല്ല, അങ്ങനെയായിരുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ ബസിത്തൽ കഫൈനി, പ്രവാചകന്റെ 2 മുൻകൈയിൻ്റെ വിരലുകളൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം ഇങ്ങനെ നീളമുള്ളതായിരുന്നു. അത്യാവശ്യം നീളമുള്ള കോലത്തിൽ പിന്നെന്താ പറയുക, പിന്നെ ബലവത്തായ രൂപത്തിൽ. ബസിത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളം ഉണ്ടാവും വിരലുകളൊക്കെ. ഇപ്പം സ്ത്രീകളുടെ വിരലുകളും പുരുഷന്മാരുടെ വിരലുകളും നമ്മൾ വ്യത്യാസം കാണുമല്ലോ. അപ്പോൾ ഈ വിരൽ നീളം ഉണ്ടാവുക എന്നുള്ളത് അത് പുരുഷന്മാർക്ക് മധുവും സ്ത്രീകൾക്ക് അത് ആക്ഷേപാർഹവുമാണ്. ഓവറായിട്ട് നീളമുള്ള വിരലുണ്ടാവുക എന്നുള്ളത് മനസ്സിലായില്ലേ? ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഹറാമ് കുറ്റം കിട്ടുന്നൊന്നുമല്ല. ഏതായിരുന്നാലും ഒരു പൗരുഷത്തിൻ്റെ ഒരു അടയാളമായി ആയിരുന്നു പ്രവാചകന്റെ വിരലുകളൊക്കെ അത്യാവശ്യം നല്ല നീളത്തിലും ഒക്കെ ആയിരുന്നു. പിന്നെ കാലിൻ്റെ വിരലും അതുപോലെ കയ്യിൻ്റെ വിരലും ഒക്കെ നല്ല ബലവത്തായ വിരലുകളായിരുന്നു പ്രവാചകന്റെ. കാലിൻ്റെ വിരലും അതുപോലെ കയ്യിൻ്റെ വിരലും. സവാഉനിൽ ബത്നു വസ്സദറു, പ്രവാചകന്റെ വയറും നെഞ്ചും സമമായിട്ട് നിൽക്കുമായിരുന്നു, പള്ള ചാടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഓക്കെ. ബഈദും മാ ബൈനൽ മൻകിബൈൻ, 2 ചുമലിന്റെ ഷോളർ ഉണ്ടല്ലോ, ഷോളറും നല്ല നല്ല വീതിയുള്ള ഷോളറായിരുന്നു. അതുപോലെ മുഫല്ലജുൽ അസ്നാൻ, പല്ല് വല്ലാതെ തിങ്ങിക്കൂടിയ പല്ലല്ല, പല്ലിങ്ങനെ സ്വല്പം വടവുള്ള രൂപത്തിലായിരുന്നു പ്രവാചകന്റെ പല്ലുകൾ. മുഫല്ലജ്, മനസ്സിലായില്ലേ? ലഹ്മുർ റഅസ്, തല ഇങ്ങനെ ചുരുങ്ങിയ ചെറിയ കുട്ടി തലയല്ല, നല്ല കട്ടിങ്ങാനുള്ള തലയായിരുന്നു. ലഹ്മുർ റഅസ്, കട്ടിങ്ങാനുള്ള തല. തല കണ്ടാൽ തന്നെ ഒരു നല്ലൊരു ആരോഗ്യത്തിൻ്റെ ഒരു സ്വഭാവം തുളുമ്പുന്ന രൂപത്തിലുള്ള തലയായിരുന്നു. വലം യകും ബിൽ മുതഹമി, മുതഹം സാധാരണ നിങ്ങൾ കേൾക്കാത്ത വേർഡുകളാണ് ഈ ഹദീസുകളിൽ വരുന്നത്. മുതഹം കാരണം ഭയങ്കര ഇറച്ചി തൂങ്ങിയ ആളല്ല. നബിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇറച്ചിക്കൊട്ട പോലെയൊക്കെ തോന്നിക്കുന്ന രൂപത്തിലല്ല. ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഇങ്ങോട്ട് പൊന്തി കിട്ടൂല. നല്ല ബലവത്തായിട്ടുള്ള ശരീരമായിരുന്നു, ഇറച്ചി കൂടുതലുണ്ടായില്ല. അതുപോലെ ലഹ്മൽ ഖറാദീസി, പ്രവാചകന്റെ ഓരോ എല്ലിൻ്റെ അറ്റത്ത് അവിടെ ഒരു ജോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഒരു കുറച്ച് കട്ടിങ്ങാനുണ്ടാവും. പ്രവാചകന്റെ അവയവങ്ങളുടെ ഓരോ എല്ലുകളുടെയും അവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വിരലിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഈ 2 വിരൽ ജോയിന്റ് അവിടെ പോകുമ്പോൾ 2 ജോയിന്റ് ചെയ്തോർത്ത് കുറച്ച് കട്ടിങ്ങാനും, അങ്ങനെ കട്ടിങ്ങാനും എല്ലാ കണുപ്പുകളിലും കുറച്ച് കനം കൂടും. ലഹ്മുൽ ഖറാദീസ്, എല്ലുകളുടെ തല കുറച്ച് കനത്തിലായിരുന്നു. അതുപോലെ ജലീലുൽ കത്തദ്, അതുപോലെ തന്നെ അതായത് ഇവിടെയും മുട്ടും കൈയിൻ്റെ അവിടെയും ഒക്കെ ജോയിന്റിൽ നല്ല കട്ടി ഉണ്ടായിരുന്നു. വേറെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതേപോലത്തിൽ തന്നെ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. അതുപോലെ തവീലുൽ മസ്റുബത്തി, പ്രവാചകന്റെ ഈ നെഞ്ചത്തുനിന്ന് സ്വല്പം മുടി ഇങ്ങനെ പുക്കൾ വരെ ഒരു ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല നീളമുള്ള മുടികൾ ഇങ്ങനെ നെഞ്ചത്തുനിന്ന് ഇങ്ങനെ, മനസ്സിലായില്ലേ? അതാണ് മസ്റുബത്ത് എന്ന്. അതുപോലെ വലാബിൽ മുകൽസമി, നബിന്റെ മുഖം ഭയങ്കര വട്ടമുഖമല്ല. ചില ആളുകളുടെ മുഖം ഭയങ്കര വട്ടമുഖമാവുമല്ലോ, അങ്ങനെ വട്ടമുഖമല്ല. എന്നാൽ കാനഫിൽ വജി തദ്വീറും, ചെറിയൊരു വട്ടമുഖം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥ പ്രവാചകന്റെ മുഖത്തിനുണ്ടായിരുന്നു. പിന്നെ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? കേട്ടുപോകാണോ? ഓക്കെ. ഇത് ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദ് തിർമിദിയിലും ഒക്കെ മഹാരഥന്മാരായ സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്താണ്. നമുക്ക് അള്ളാന്റെ റസൂലിന്റെ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഓർമ്മ ഉണ്ടാകുമ്പോൾ ഒറ്റടിക്ക് പിടിക്കുക അവിടെ. മനസ്സിലായില്ലേ? മാത്രമല്ല അള്ളാന്റെ ഭൂമിയിൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള
ആധികാരിക രേഖ ലോകത്താർക്കും കിട്ടൂല. മനസ്സിലായില്ലേ? അതുപോലെ ഇതാ മഷാ തഖല്ല കന്നമാ യംശി മിൻ സബബി, നബി നടക്കുകയാണെങ്കിൽ മുറിഞ്ഞ് നടക്കും എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ ശരിക്കെടുത്ത് ഒരു എന്താ പറയുക ശക്തമായി നടക്കാറില്ലേ, അങ്ങനെ നടക്കുമ്പോൾ തന്നെ എന്തുണ്ടാവും, മുന്നിലേക്ക് ഇങ്ങനെ തല ഇങ്ങനെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് ഇങ്ങനെ വരും. ഇപ്പം നമ്മളൊരു ഇറക്കത്ത് കൂടിയൊക്കെ ഇറങ്ങി വരുമ്പോണ്ടല്ലോ ഇങ്ങനെ ഒരു നടത്തം. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ ഉന്തിക്കൊണ്ടുള്ള ആരോഗ്യത്തോടു കൂടെയുള്ള നടത്തമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നിരുന്നത്. ഞാൻ ഈ പറഞ്ഞത് ശരിയായോ? ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ നടക്കലുണ്ടോ ആൾക്കാർ? ഇസ്മായിൽ ഭായി, അതന്നെ അതന്നെ ശക്തമായ നടത്തം നടക്കും എന്നുള്ളതാണ്. മുഹദ്ദിസുകൾ പറയാം ഈമാഉന്നിലാ ഖുവ്വത്തിൽ മഷീൻ, ഈ പറഞ്ഞത് നടത്തം ശക്തമായിട്ടാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാറുള്ളത്. മനസ്സിലായില്ലേ? അതുപോലെ ഷദീദു സവാദി ഷഅർ, നബിന്റെ മുടി നല്ല കറുപ്പുള്ള മുടിയായിരുന്നു. അതുപോലെ അജ്റദു, നബിന്റെ ശരീരത്തിൽ എല്ലായിടത്തും മുടിയില്ല. ചിലരുണ്ട് ആകെപ്പാടെ ഒരു മുടി മൊത്തം ഭയങ്കര നിറഞ്ഞ മുടിയുള്ള ആളുകൾ. നബി അങ്ങനെയല്ല. നബിന്റെ ഈ മുഴങ്കൈൻ്റെ അവിടുന്ന് മുട്ടുംകൈ വരെ നല്ലോണം മുടി കാണും. അതേപോലെ കാലിൻ്റെ ഞെരിയാണിൻ്റെ അവിടുന്ന് മുട്ട് വരെ നല്ല മുടിയാണ്. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ മുടി എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകപ്പാടെ ഒരു രോമം നിറഞ്ഞ ഒരാൾ എന്നുള്ള രൂപത്തിലായിരുന്നില്ല എന്നും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ലൈസ ഫീ റഅ്സിഹി വലിഹ്യതിഹി 20 ശഅറതൻ ബൈള, നബിന്റെ താടിയിലും തലയിലും ആകെ എണ്ണി നോക്കിയാൽ 20 രോമങ്ങളായിരിക്കും വെളുത്തത്, അതിന്റെ മുകൾക്കില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രവാചകനെ സംബന്ധിച്ച് സഹാബാക്കൾ എങ്ങനെയൊക്കെ കണക്കൂട്ടി എന്നുള്ളതാണ്. 20 മുടി നരച്ചിട്ടുണ്ടാവും, അതിന്റെ അപ്പുറമല്ല. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇല്ലാ നഹ്വ സബഅത്തഅശറ, ഒരു ഏകദേശം ഒരു 17 മുടി ഉണ്ടാവും. അങ്ങനെ ചില സഹാബാക്കൾ ഇപ്പോൾ പോയി ഇരുന്നതിൻ്റെ ശേഷം എണ്ണിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു വെള്ളമുടി മറ്റേ മുടിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. ചിലർ എണ്ണുമ്പോൾ അങ്ങനെ ഉണ്ടാവും, ചിലർക്ക് കാരണം കാണും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നിറച്ചിട്ടില്ല. ഓക്കെ. പിന്നെ ലലീഉൽ ഫമി, റസൂലുള്ളാഹ് വായ കുറച്ച് വിശാലത ഉള്ള ആളാണ്. നബിൻ്റെ വായ കുറച്ച് വലിയ സൈസുള്ള വായയാണ്. മനസ്സിലായില്ലേ? ലഹു ഷാറു യബ്ലു ശഹ്മത ഉദിനിഹി, നബിന്റെ മുടി ഈ ചെവിത്തൊട്ടി ഉണ്ടല്ലോ, ഈ ചെവിത്തൊട്ടിയുടെ അവിടേക്ക് ഇങ്ങനെ എത്തുന്ന കോലത്തിലായിരുന്നു നബിന്റെ മുടി. മുടി വളർത്തു നബി, എന്നിട്ട് ചെവിത്തൊട്ടിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ശഹ്മത്ത് ഉദിന്. കാന ഷഅറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ഉദിനൈഹി വഅതിഖിഹി, നബിന്റെ മുടി തൻ്റെ കാതിൻ്റെയും തൻ്റെ ചുമലിൻ്റെയും ഇടയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ചുമലിൻ്റെ അവിടുന്ന് വിട്ടിട്ട് കീപ്പോട്ട് അങ്ങോട്ട് ഇറങ്ങി പോകില്ല. ഈ ചുമല് വരെ ഉണ്ടാവും, ഈ തൊട്ടിൻ്റെ അതുവരെ ഉണ്ടാവും. അതായത് അതിൻ്റെ ഉള്ളിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കാനഫി അംഫഖത്തി ഷൗറാത്തും ബീളും, നബിന്റെ അംഫഖത്ത് അതായത് ചെറുതാടി ഉണ്ടല്ലോ, ഈ ചുണ്ടിന്റെ ചോട്ടിലുള്ള ഈ ചെറിയ താടി, ഇതില് കുറച്ച് മുടി നരച്ചതുണ്ടായിരുന്നു. എന്നിട്ട് സഹാബാക്കൾ പറയാം ജുമ്മത്തുഹു ലതളിബു ഖരീബം മിൻ മൻകിബൈഹി, ജുമ്മത്തുഹു നബിന്റെ പെരടിക്കുള്ള തലന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ബാക്കിക്കുള്ള മുടി എന്താണ്, അത് തൻ്റെ ചുമല് വരെ എത്തുമായിരുന്നു. നബിന്റെ മുടിക്ക് പേരിട്ട് കേട്ടോ, സഹാബാക്കൾ പറഞ്ഞ ഒരു പേരാണ് ജുമ്മത്ത്. നബിന്റെ മുടിക്കുള്ള പേര് മൂന്ന് പേരുകളുണ്ട്, അത് ഓർമ്മയിലുണ്ടാണ് കേട്ടോ. ഒന്നെന്താണ് ജുമ്മത്ത്, നബിന്റെ ജുമ്മത്ത് എന്ന് പറഞ്ഞാൽ പെരടിക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കുന്ന മുടി ഏതുവരെ ഉണ്ടാവും, ആ ചുമല് വരെ ഉണ്ടാവും. അങ്ങനെ ആ ചുമല് വരെ തൂങ്ങിക്കുന്ന മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിനാണ് ജുമ്മത്ത് എന്ന് പറയാം. മനസ്സിലായില്ലേ? എന്നാൽ ദൂനൽ വഫ്രത്തി, അത് വഫ്രത്തിന്റെ തായുമായിരുന്നു. വഫ്രത്ത് നബിന്റെ മുടിന്റെ പേരാ. വഫ്രത്തിന്റെ തായ ചെവിക്കുണ്ടുണ്ടല്ലോ, ചെവിക്കുണ്ടിന്റെ അവിടം വരെ നബിക്ക് മുടി ഉണ്ടായിരുന്നു പറഞ്ഞു. ഈ ചെവിക്കുണ്ടിന്റെയും ഈ ചുമലിന്റെയും ഇടയിലായിരുന്നു. അതായത് ചെവിക്കുണ്ടിന്റെ ഉള്ളിലും അതുപോലെ ഈ പെരടിന്റെ ഇടയിലുമായിക്കൊണ്ട് രണ്ടിന്റെയും. ഇവിടൊക്കെ നോക്കുമ്പോൾ നമ്മളെ പെരടിയിൽ നമ്മളിങ്ങനെ വിരല് വെച്ചാൽ ചെവിക്കുണ്ടിന്റെ അവിടുന്ന് കുറച്ച് പൊന്തി നിൽക്കും.
ചെവിക്കുണ്ടിന്റെ അവിടെ നമ്മൾ വിരൽ വെച്ചാൽ ചെവിക്കുണ്ട് പെരടിന്റെ അവിടെ നിന്ന് കുറച്ച് താന്ന് നിൽക്കും. ഇത് രണ്ടിന്റെയും ഇടയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വളരല്. അതിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ നബി വെട്ടുന്ന അർത്ഥം. അപ്പൊ ജുമ്മത്ത് എന്ന് പറഞ്ഞു, അതാണ് പെരടിക്ക് ഇങ്ങോട്ട് വളർന്നു നിൽക്കണം മുടി. അത് ഏത് വരെ ഉണ്ടാവും? ചുമല് വരെ ഉണ്ടാകും, മനസ്സിലായില്ലേ? പിന്നെ വഫ്രത്ത് എന്ന് പറഞ്ഞു. വഫ്രത്ത് എന്താണ്? ഇതിലെങ്ങോട്ട് ഇറങ്ങിക്കണം മുടി, വഫ്രത്ത്. അതായത് ചെവിത്തൊട്ടി വരെ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ വഫ്രത്ത് പറഞ്ഞാൽ ചെവിത്തൊട്ടി വരെയുള്ള മുടി. ജുമ്മത്ത് എന്ന് പറഞ്ഞാൽ പെരടിയിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കുന്ന മുടി എന്നർത്ഥം. അതുപോലെ തന്നെ ഈ വഫ്രത്തിന്റെ അതേ പേരെന്നെ അതേ അർത്ഥം തന്നെ ലിമ്മത്ത് എന്നറിയും. നബിന്റെ മുടിക്ക് ലിമ്മത്ത് എന്ന് പറഞ്ഞാൽ ചെവിത്തൊട്ടി വരെയുള്ള മുടിക്ക് ലിമ്മത്ത് എന്നും വഫ്രത്ത് എന്ന് പറയും. ഇവിടെ ചുമലിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന മുടിനെ സംബന്ധിച്ച് ജുമ്മത്ത് എന്ന് പറയും. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന നൂറുകണക്കായ ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ 10,000-കണക്കായ ഹദീത്തുകൾ വന്നതിൽ നബിന്റെ മുടിയെപ്പറ്റി പറയുന്ന പേര് 3 ഒന്ന് ജുമ്മത്ത്, മറ്റൊന്ന് വഫ്രത്ത്, മറ്റൊന്ന് ലുമ്മത്ത്. ജുമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂർധാവെന്ന് ഇങ്ങോട്ട് പെരടിക്ക് ഇങ്ങോട്ട് നിൽക്കുന്ന തൂങ്ങിക്കുന്ന മുടി. അതെന്താവും? ചുമലിന്റെ അവിടുന്ന് കീപ്പട്ട അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല, അത്തരം നിൽക്കുന്ന മുടിക്കാണ് ജുമ്മത്ത് എന്ന് പറയാം. ലുമ്മത്ത് വഫ്രത്ത് എന്ന് പറഞ്ഞത് ചെവിത്തൊട്ടി വരെ ഇങ്ങോട്ട് ഇറങ്ങിക്കുന്ന മുടി. നബിക്ക് ആ ചെവിത്തൊട്ടിയുടെയും പെരടിയുടെ ഇതിൻ്റെയും ഇടയിലായിരുന്നു നബിന്റെ മുടി വളർത്തലുകൾ ഉണ്ടായിരുന്നത്. ശരിയായോ? ഏതൊക്കെയായിരുന്നു ഇപ്പൊ നബിന്റെ മുടിക്ക് 3 പേര് പറഞ്ഞു. ഏതൊക്കെയാ പേരെന്ന് പറഞ്ഞോളി ആരെങ്കിലും? ലിമ്മത്ത്. ശരിയല്ലേ? ഈ ലിമ്മത്ത് വഫ്രത്ത് വരെ അർത്ഥം. ജുമ്മത്ത് എന്ന് പറഞ്ഞത് പെരടിക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന, സെന്ററിൽ നിന്ന് ഇറങ്ങണ മുടിയിൽ. ശരിയായില്ലേ? ഇപ്പൊ നമ്മൾ എത്ര ഗുണം പറഞ്ഞു നബിക്ക്? ഇപ്പൊ എത്രണ്ണം പറഞ്ഞു? 24 ആണോ? എന്നാ ഇന്ന് 6 വിട്ടിക്കണ്. ആയിക്കോട്ടെ, ശരിയാവും. ശരി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്അജുൽ ഐനൈൻ, നബിന്റെ കണ്ണിന്റെ കൃഷ്ണമണി നല്ല കറുപ്പായിരുന്നു. കണ്ണിന്റെ കൃഷ്ണമണി നല്ല കറുപ്പായിരുന്നു. അതുപോലെ അഹ്ദബുൽ അഷ്ഫാരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിന്റെ പീലി നല്ല നീളമുള്ളതായിരുന്നു. കൺപീലി എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ പോളമുള്ള മുടി ഉണ്ടല്ലോ, അതിനെന്താ നിങ്ങൾ പറയല്? കണ്ണിന്റെ പോളമുള്ള മുടിക്ക് കണ്ണ് അടക്കുകയും ചെയ്യുമ്പോ പുരികം എന്ന് പറഞ്ഞ മുകളിലുള്ള ഈ സാധനം പ്ലഗ് ചെയ്യും പെൺകുട്ടികളൊക്കെ, അത് ഹറാമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പുരികം ഉറപ്പാണ്? ഓക്കെ, എന്നാ അങ്ങനെ പാസ്സാക്കാം. കാരണം അതിന്റെ പേരെന്താണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അഷ്ഫാർ, അഹ്ദബുൽ അഷ്ഫാർ, കൺപീലി എന്താണ്? നല്ല നീളമുള്ള ആളായിരുന്നു അല്ലെ? കണ്ണിന്റെ പീലി നല്ല നീളുണ്ടെങ്കിൽ അതിങ്ങനെ വെടിവത്തുക നിൽക്കുമ്പോ ഒരു ഭംഗി തന്നെയാണ് അല്ലേ? ആണോ? അതെ. അപ്പൊ ഇത് ഫുള്ള് കൈയാട്ടെ, നമുക്ക് ഒരാളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ നോക്കാം. ഓക്കെ, നബിന്റെ ഫോട്ടോ ഒന്നും വരക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കോളും. എന്താ പറഞ്ഞേ? അതെ, കൺപീലി നല്ല നീളമുള്ള ആളായിരുന്നു. പിന്നെ നബി തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നവരോ? നേരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. നബി എന്ത് ചെയ്യില്ലാരോ? ഇടം കണ്ണിട്ട് നോക്കൂല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളെ നോക്കുമ്പോ അങ്ങനെ ആ ഒരു നോട്ടണ്ടല്ലോ, അങ്ങനെ നോക്കൂല. നബി എന്ത് ചെയ്യും? തിരിഞ്ഞാണ്ടിരുന്നിട്ട് തിരിഞ്ഞ് അയാളിലേക്ക് നേരിട്ടിരുന്നാണ് നോക്കുന്നുള്ളതാണ്. കട്ട് നോക്കുക എന്നൊക്കെ പറയില്ല, ആ സ്വഭാവം നബിന്റെ ജീവിതത്തിൽ എവിടെയും കാണൂല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആളുകളായിട്ട് ഇടപെടുമ്പോഴേ ഒന്ന് അള്ളാഹ് ആദരിച്ച മനുഷ്യരാണെന്നാണല്ലോ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്. അലക്കത് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹ് പറയാണ്. അപ്പൊ നമ്മൾ അവരോട് ആ നല്ല കോലത്ത് തന്നെ. നബി അപ്പം എന്താ വെച്ചാൽ നബി ഒരാളിലേക്ക് തിരിയുകയാണെങ്കിൽ ഒന്നായിട്ട് തിരിയും, ശരീരം മൊത്തം തിരിഞ്ഞാണ്ടാണ് നബി നിൽക്കുക എന്നുള്ളത്. റെഡി. ഇനി അടുത്തത് മൻ റആഹു ബദീഹത്തൻ ഹാബഹു, നബിനെ അറിയാത്ത ഒരാള് പെട്ടെന്ന് കണ്ട പേടിച്ചോടും. നബിനെ ഇതുവരെ കാണാത്ത ഒരാൾ പെട്ടെന്ന് കണ്ട പേടിച്ചോടി തന്നെ.
അങ്ങനെയുള്ള ഒരു പ്രകൃതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ വമൻ ഖാലതഹു മാരിഫതൻ അഹബ്ബഹു, അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമുള്ള നബിനേറ്റ് ഇണക്കമുള്ള ആളുകളാണ് കണ്ടത് എങ്കിൽ ഒരു വല്ലാത്ത സ്നേഹമായിരിക്കും അവരുടെ മനസ്സിൽ പ്രകടമാവുക. കാണോടുകൂടെ അവർക്ക് അങ്ങോട്ട് ഒരു കുളിർമ ഉണ്ടാവും. നമ്മളൊരു വല്ലാത്ത ദാഹം മാറി വെള്ളം കുടിച്ചത് പോലെ എന്ന് പറയില്ലേ, ഇങ്ങനെയായിരിക്കും. അപ്പോൾ 35 നബിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. ബാക്കി പറയാൻ സമയപ്പെടാൻ 9:45 നമ്മൾക്ക് ഏകദേശം ഒരു 60 എണ്ണെങ്കിലും ഉണ്ടാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് നമ്മളുടെ ഈ ഫയലിൽ വേറെയുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മഹാരഥന്മാരായ മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറയും, സ്വപ്നം കണ്ടോ? ചോദിക്കും, എങ്ങനെയാടാ നബിൻ്റെ കണ്ണിൻ്റെ കൺപീലി എങ്ങനെയാണ്, നബിൻ്റെ നെഞ്ച് എങ്ങനെയാണ്, നബിൻ്റെ കയ്യും കാലും എങ്ങനെയാണ്, നബിൻ്റെ തല എങ്ങനെയാണ്, എല്ലാം ചോദിക്കും. എന്നിട്ട് അവർ കൃത്യമായിട്ട് മറുപടി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന കലം തറ, നീ കണ്ടിട്ടില്ല പോടുന്നു എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ റസൂലുള്ള പറഞ്ഞെന്താണ്, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ട എന്നെ തന്നെയാണ് കണ്ടത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബിന്റെ ഒറിജിനൽ രൂപത്തിൽ കണ്ടാൽ പിശാച്ചിന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ നബിയാണ് എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യും? വല്ല ഫസാദ് ഉണ്ടാക്കിയേക്കാം, അതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ നബിന്റെ രൂപത്തിൽ വന്നാൽ നബി തന്നെ. നബിന്റെ രൂപത്തിലാണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഏതായിരുന്നാലും ഇന്ന് നമ്മൾ പറഞ്ഞത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറിജിനൽ രൂപമാണോ എന്നറിയാൻ നബിന്റെ രൂപങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ നുബൂവത്ത് എന്നുള്ളത് വളരെ വലിയ ഒരു സംഭവമാണ്, അള്ളാഹിലുള്ള വഹിയാണ്. ആ നുബൂവത്തിന്റെ ഒരു അംശമാണ് സ്വപ്നം എന്നുള്ളത് എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അതേപോലെ പ്രയാസമുള്ള സ്വപ്നം നമ്മൾ കണ്ടാൽ നമ്മൾ ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുക, അതുപോലെ ശൈത്താനെ തൊട്ട് കാവൽ തേടുക 3 പ്രാവശ്യം, അതുപോലെ നമ്മൾ ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിയുക, അതുപോലെ എണീറ്റ് 2 റക്അത്ത് നമസ്കരിക്കുക, ഇത് ആരോടും പറയാതിരിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും സ്വപ്നത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രവാചകന്റെ ഗുണങ്ങളാണ് നമ്മൾ 36 നമ്മൾ പറഞ്ഞു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും ബന്ധപ്പെട്ട വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഇങ്ങോട്ട് അവസാനിപ്പിക്കാം. 9:45 45 കഴിഞ്ഞു. ഓക്കെ, അതെ അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമില്ലാത്ത ആൾ കണ്ടാൽ പേടിച്ചു പോകും. മനസ്സിലായോ? അങ്ങനെ തന്നെയാണ്. അതായത് അത്രയും ഗാംഭീര്യമുള്ള ഒരു വ്യക്തിത്വമാണ് എന്നർത്ഥം. അതല്ല അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ടും അറിയാത്ത ആൾ കണ്ടാൽ ആ പ്രവാചകനിൽ അതിശക്തമായ ഒരു ഗാംഭീര്യം അവിടെ പ്രകടമാകും എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതേ സ്ഥാനത്ത് പരിചയമുള്ള ആളാണെങ്കിലോ അഹബ്ബഹൂൻ. മനസ്സിലായില്ലേ? മാത്രല്ല ഈ നമ്മൾ പറഞ്ഞല്ലോ പെട്ടെന്ന് കണ്ടെന്നുള്ളത് കണ്ടോ, മൻ റആഉ ബദീഹത്തൻ എന്ന് പറഞ്ഞാൽ ബദീഹത്തിന് മുഹദ്ദിസുകൾ പറഞ്ഞ അർത്ഥം തരോ, അൽ ബദീഹത്തു അൽ മുഫാജഅത്തു. മുഫാജഅത്ത് പെട്ടെന്ന് കാണുക, അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കണ്ടാൽ എന്താവും? ആള് എന്താ പറയാ, ഒരു വല്ലാത്തൊരു ഗാംഭീര്യം അവിടെ പ്രകടമാകുന്ന അർത്ഥം. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഗാംഭീര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്നാൽ പരിചയമുള്ള ആളുകളാണെങ്കിൽ അവർ നബിനെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു സ്നേഹപ്രകടനം പ്രകടമാകും. മനസ്സിലായില്ലേ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗാംഭീര്യമായി ബന്ധപ്പെട്ട് മറ്റു ഗുണങ്ങൾ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും റെഡിയാവും കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹ അമലായി സ്വീകരിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.